ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഒരുപാട് സ്വപ്നം കണ്ടിറങ്ങിയ 180 പേരുടെ മൃതദേഹമാണ് ഇതുവരെ വയനാട് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിൽ നിന്നും ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളും വലിയ സങ്കടകരം എന്ന് പറയുന്നത് കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ള നിലമ്പൂര് പോത്തുകല്ലിലെ ചാലിയാർ പുഴയിൽ ഏകദേശം ഇതുവരെ 70ഓളം മൃതദേഹങ്ങളാണ് പുഴയിൽ ആ ചാലിയാർ നദിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണത്. കാരണം ഏകദേശം ഒരുപാട് കിലോമീറ്റർ അകലാണ് ഈ ചാലിയാർ പുഴയും ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ള ചൂരൽമല, വയനാടിലെ ഈ ചൂരൽമലയും. ഇനിയും ഏകദേശം 300-ൽ പരം ആൾക്കാരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മുണ്ടക്കയത്ത് ഇനി അവശേഷിക്കുന്നത് വെറും 20 വീടുകൾ മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ വീടുകളും, ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് വീടുകളിൽ ഇപ്പോൾ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയ വീടുകളിൽ തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതൊന്നും പുറത്തെടുക്കാൻ അവിടുന്ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇപ്പൊ അവിടുത്തെ രക്ഷാപ്രവർത്തകരെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അവർ പറയുന്നത് അവിടെ JCB പോലുള്ള വലിയ ഹിറ്റാച്ചി അതുപോലുള്ള വലിയ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്നാലേ ബാക്കിയുള്ള മൃതദേഹങ്ങളൊക്കെ പുറത്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇപ്പൊ ഏകദേശം 180 പേരാണ് ഈ സമയം വരെ മരണപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായിട്ടാണ് ഈ ഒരു വയനാട് ഉരുൾപൊട്ടൽ ഇപ്പോൾ കണക്കാക്കുന്നത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പിന്നെ ഇതിനോടകം തന്നെ ഒരുപാട് പേര് അവിടെ സഹായങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് സംഘടനകള്, മതസംഘടനകള്, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സംഘടനകൾ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങള്, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ എല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ 5 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും മരണസംഖ്യ കൂടും എന്നാണ് ഇപ്പൊ അവിടുന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്നാലും മാക്സിമം അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിവേഗം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അട്ടമലയിലും ഉരുൾപൊട്ടൽ സംഭവിച്ചിരുന്നുണ്ട്. അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏകദേശം 320 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നഷ്ടപ്പെട്ടവരെ ഓർത്ത് ബാക്കിയുള്ളവർ ദുഃഖിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നൊക്കെ കാണുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ദൈവം ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.